വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഇന്നലെ ഇന്ത്യയിലെത്തി. അദ്ദേഹത്തെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചു. ലോകരാജ്യങ്ങളെല്ലാം വളരെ അസൂയയോടുകൂടിയും വളരെ ആകാംക്ഷയോടു കൂടിയാണ് ഇത് കണ്ടുകൊണ്ട് നിന്നത്. നരേന്ദ്രമോദി അദ്ദേഹത്തെ ഇരു കൈകളും വിരിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആലിംഗനം ചെയ്താണ് സ്വീകരിച്ചത്. നമ്മുടെ ഈ യൂട്യൂബിലൊക്കെ ഷോർട്സിലൊക്കെ ഒരുപാട് വീഡിയോസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം ഈ പുടിൻ പല ലോകരാജ്യങ്ങളിലും ചെല്ലുമ്പോൾ പല ആൾക്കാരും പുടിൻ കൈ കൊടുക്കാനോ ആലിംഗനം ചെയ്യാനോ ചെല്ലുമ്പോൾ അവർ സമ്മതിക്കാറില്ല. എന്നിട്ട് പിന്നീട് നരേന്ദ്രമോദിയുടെ ഷോർട്സിലാണ് കേട്ടോ, നരേന്ദ്രമോദിയുടെ പടം വരും. നരേന്ദ്രമോദി പുടിനെ അങ്ങ് അമർത്തി അങ്ങ് കെട്ടിപ്പിടിക്കും, അമർത്തി കെട്ടി. അപ്പോൾ സമാനമായ രീതിയിൽ അതിനുശേഷം അദ്ദേഹം നമ്മുടെ ഇന്ത്യൻ കലാരൂപങ്ങളൊക്കെ വെച്ച് വലിയൊരു സ്വീകരണമാണ്. കാരണം പുടിന് ഇങ്ങനൊരു സ്വീകരണം ഈ ഒരു ഇപ്പോഴുള്ള സിറ്റുവേഷനിൽ ഒരു രാജ്യവും കൊടുക്കില്ല. കാരണം പുടിൻ ഒരു യുദ്ധ കുറ്റവാളിയായിട്ടാണ് എല്ലാ രാജ്യങ്ങളും കണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്വീകരണം കൊടുക്കാൻ ധൈര്യപ്പെടുന്ന ഒരു രാജ്യം മാത്രമേ ഉള്ളൂ, അത് നമ്മുടെ രാജ്യം ഇന്ത്യയാണ്. കാരണം വേറെ ഏത് രാജ്യം പുടിൻ ഇങ്ങനെ ഒരു സ്വീകരണം കൊടുത്താലും അമേരിക്ക പ്രശ്നം ഉണ്ടാക്കും. അമേരിക്ക ഭയമാണല്ലോ എല്ലാവരും, ഈവൻ ചൈന പോലും കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞ ശേഷം നരേന്ദ്രമോദി അദ്ദേഹത്തിന്റെ ടൊയോട്ട കാറിലാണെന്ന് എനിക്ക് തോന്നുന്നു, ടൊയോട്ട കാറിൽ പുടിനെയും കയറ്റി അദ്ദേഹം അവരുടെ വസതിയിലേക്ക് പോയി. ഇതിൽ ലോകരാജ്യങ്ങൾ ഇവർ വന്നിറങ്ങുന്നത് തൊട്ട് വീഴ്ചേട്ടാ, പുടിൻ നടക്കുന്നത് തൊട്ട്, മോദിക്ക് കൈ കൊടുക്കുന്നത് തൊട്ട്, പുടിൻ വരുന്ന വിമാനം തൊട്ട്, അദ്ദേഹം പോയ ടൊയോട്ട കാറ് വരെ വലിയ സന്ദേശങ്ങളാണ് കൊടുക്കുന്നത് എന്നുള്ളത് എന്തിനു പറയുന്നു. അവർ വന്ന ഹോർഡിങ്സ് ഇല്ലേ, പുടിൻ വരുമ്പോൾ അവിടെ വച്ചിരിക്കുന്ന ഹോർഡിങ്സ് പോലും വലിയ സന്ദേശമാണ് ലോകരാജ്യങ്ങൾക്ക് കൊടുക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ ഹോർഡിങ് ഹിന്ദിയിലും റഷ്യൻ ഭാഷയിലുമാണ് വെച്ചിരിക്കുന്നത്, ഇംഗ്ലീഷ് ഇല്ല അതിൽ. അതൊരു വലിയ സന്ദേശമാണ്. ബെൻസ് ഇല്ല, BMW ഇല്ല, റോൾസ് റോയ്സ് ഇല്ല, ഔഡി ഇല്ല, യൂറോപ്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു വാഹനങ്ങളും ഇല്ല. അമേരിക്കൻ നിർമ്മിതമില്ല, യൂറോപ്യൻ നിർമ്മിതമില്ല. പോരാത്തതിന് ഏഷ്യയിലെ, ജപ്പാന്റെ, ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ടൊയോട്ട ഫോർച്യൂണറിലാണ് അവർ പോയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ പുടിൻ വന്നപ്പോ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ IL-96 വിമാനമാണ് പുടിൻ വന്നത്. ഫ്ലൈറ്റ് റഡാറിൽ കാണിക്കുന്ന റൂട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാലും അഫ്ഗാനിസ്ഥാന്റെ മുകളിലൂടെ പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ കയറി ഇന്ത്യൻ തലസ്ഥാനത്തേക്കാണ് പുടിൻ വന്നിറങ്ങിയത്. അതൊരു വലിയ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇല്യൂഷൻ 96 പഞ്ചാബ് വ്യോമാതിർത്തി കടന്നതും ഇന്ത്യൻ വ്യോമസേനയുടെ സുഖോയ് 30 MKI പുടിന്റെ വിമാനത്തിന്റെ ഇരുവശത്തുമായി ഫ്ലാങ്ക് ചെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടുകളാണ്. അതിനുശേഷം ഡൽഹി പാലം വിമാനത്തിൽ പുടിൻ വന്നിറങ്ങുന്നു. ഇത് കാണുമ്പോൾ പുടിന്റെ മുഖമുണ്ടല്ലോ, പ്രസന്ന വദനനാകുന്നുണ്ട് പുടിൻ. കാരണം നമ്മൾ റഫേൽ വിട്ടില്ല, നമ്മൾ എന്താണ് വേറെ ഒരു വിമാനങ്ങളും വിട്ടില്ല, നമ്മൾ ഒന്നും വിട്ടില്ല. എല്ലാം നമ്മളും അവരും സംയുക്തമായി ചേർന്ന് നിർമ്മിച്ച, കാരണം ഇനി വരാൻ പോകുന്ന നാളുകൾ നമ്മുടേതാണ്. ഇനി ഈ രാജ്യം ഭരിക്കാൻ, അല്ല ലോകം ഭരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏഷ്യ ഭരിക്കാൻ പോകുന്നത് നമ്മളാണെന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം നമ്മുടെ വാർത്തയിലേക്ക് വരാം. വാർത്തയുടെ ആധാരം എന്ന് പറയുന്നതിന് ശേഷം 2 ജേർണലിസ്റ്റുകൾ പുടിനുമായി അഭിമുഖം നടത്തുന്നു. എനിക്ക് വളരെ അസൂയ തോന്നി അവരോട്. കാരണം ലോക നേതാവാണ്, ട്രംപ് പോലും കാണാൻ ഒരു നോക്ക് കാത്തിരിക്കുകയാണ്. എത്രയൊക്കെ ബുദ്ധിമുട്ടിയിട്ടാണ് അവസാനം ട്രംപിനെയൊക്കെ പോയി കണ്ടതെന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. അവരുടെ മുമ്പിൽ ഇരുന്നപ്പോൾ ഇവരൊരു വിഷയം എടുത്തിട്ടു. ഇവരുടെ ഒരു വിഷയം എടുത്തിട്ടത് നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിരുന്ന ഒരു വിഷയമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും, കണ്ടന്റ് ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും എല്ലാം ഇത് ചർച്ച ചെയ്തിരുന്നു. അതായത് SCO, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ പോയപ്പോൾ നരേന്ദ്രമോദിയുടെ ജീവൻ രക്ഷിച്ചത് പുടിനാണ് എന്നുള്ള രീതിയിലാണ് ആ വാർത്ത പുറത്തു വന്നിരുന്നത്. അത് പല ആൾക്കാരും ആധികാരികമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. അത് നമ്മളത് ചെയ്തിരുന്നില്ല. കാരണം നമുക്കതൊരു വ്യക്തതയില്ലല്ലോ, അതുകൊണ്ടാണ് നമ്മളത് ചെയ്യാത്തത്. അപ്പൊ ഇനി പല പ്രേക്ഷകരും വന്ന് ഇതിന്റെ താഴെ കമന്റ് ഇടാൻ സാധ്യതയുണ്ട്, നിങ്ങളല്ലേ അത് കൊടുത്തത്, എന്നിട്ട് നിങ്ങൾ തന്നെ മാറ്റി. നമ്മളത് ചെയ്തില്ല. ആക്ച്വലി നമ്മൾ അങ്ങനത്തെ വാർത്ത ചെയ്ത് ഞാൻ ഇപ്പോഴും പറയുകയാണ്, നമ്മളത് ചെയ്തില്ല. അപ്പോ എല്ലാത്തിനും ഒരു വ്യക്തത വരട്ടെ എന്നുള്ളൊരു കാത്തിരിപ്പാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ അവർ ചോദിക്കുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, ഇതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് പുടിനോട് ഇവർ ചോദിക്കുന്നുണ്ട്. പുടിൻ അതിനൊരു മറുപടി പറയുന്നുണ്ട്. ആ മറുപടി ഞാൻ എന്തായാലും പറയുന്നില്ല, അത് കാരണം വിശകലനം ചെയ്യണം. അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, അതെനിക്ക് പറ്റില്ല, അത് താങ്കൾക്കേ പറ്റത്തുള്ളൂ. അതിനുശേഷം ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. നമ്മുടെ രാഗ സൈഡിൽ കിടന്ന് ഭയങ്കര നിലവിളിയാണല്ലോ, പുടിനെ എന്നെ കാണാൻ സമ്മതിക്കുന്നില്ല, പുടിൻ വന്നിട്ട് എന്നെ കാണാൻ സമ്മതിക്കുന്നില്ല, ഇതെന്തൊരു അനീതിയാണെന്ന് പറയും. വോട്ട് ജോലിയൊക്കെ പുള്ളി വിട്ടു, ഇപ്പൊ ഇതിൽ കേട്ട് കയറി പിടിച്ചിരിക്കുകയാണ്. അതിനോടൊരു മറുപടി, 2 കാര്യത്തിന് ഒരു മറുപടി കാണാം. ഇന്നലെ എനിക്ക് തോന്നുന്നത് ഒരുമാതിരിപ്പെട്ട ആളുകളെല്ലാം ഈ നാഷണൽ ന്യൂസ് കണ്ടിട്ടുണ്ടാകും. ഞാൻ കണ്ടുകൊണ്ടിരുന്ന വാർത്ത CNN ന്യൂസ് 18 വാർത്തയായിരുന്നു. അത് കണ്ടപ്പോൾ ധനുഷ് പറഞ്ഞ പോയിന്റ് എല്ലാം കറക്റ്റാണ്. അതിൽ ഒരിടത്ത് പോലും ഈ യൂറോപ്യൻ ടച്ച് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ വിമാനം പഞ്ചാബിന്റെ അതിർത്തിയിലേക്ക് എത്തുമ്പോൾ തന്നെ സുഖോയ് വിമാനങ്ങളാണ് അതിന് അകമ്പടി സേവിച്ചുണ്ട്. അത് അകമ്പടി എന്ന് മാത്രമല്ല, അതൊരു
ഒരു രാജകീയ സ്വീകരണത്തിന്റെ ഭാഗം കൂടിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി ചെന്നപ്പോൾ ഓണറാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി ചെന്നപ്പോൾ അവരും അങ്ങനെ അത്തരത്തിൽ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ അതിന് ഉപയോഗിച്ച വിമാനവും ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ചെടുത്ത സുഖോയിയാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ബോർഡുകൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു സാധനം. സാധാരണഗതി നമ്മുടെ ഈ രാജ്യത്ത് ബോർഡ് വെക്കുമ്പോൾ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമാണ് വെക്കുന്നത്. പക്ഷെ റഷ്യൻ ഭാഷയിൽ അങ്ങനെ വെക്കില്ല. കാരണം റഷ്യൻ ഭാഷ ബഹുഭൂരിപക്ഷം പേർക്കും അറിയില്ല. പക്ഷെ റഷ്യൻ ഭാഷയിലും ഹിന്ദിയിലുമാണ് കാരണം ഹിന്ദി നമ്മുടെ ഒരു ദേശീയ ഭാഷ, മറ്റേത് അവരുടെ ഭാഷയാണ്. ഈ രണ്ടും കൂടെയാണ് നമ്മളത് വെച്ചിരിക്കുന്നത്. അതുകൂടാതെ തന്നെ അപ്രതീക്ഷിതമായി സാധാരണ ശ്രീ വ്ളാഡിമിർ പുടിൻ മറ്റു രാജ്യങ്ങളിൽ പോയാൽ അദ്ദേഹത്തിന് സ്വന്തം കാറിൽ തന്നെയാണ് അദ്ദേഹം യാത്ര ചെയ്യുന്നത്. റഷ്യയിൽ തന്നെ ഉള്ള അദ്ദേഹത്തിന് സ്വന്തം വാഹനത്തിൽ യാത്ര ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ പതിവിൽ നിന്ന് വിരുദ്ധമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച ജപ്പാൻ കമ്പനിയുടെ ടൊയോട്ട ഫോർച്യൂണർ എന്ന് പറയുന്ന വാഹനം, ഇപ്പൊ ടൊയോട്ട വാഹനങ്ങളൊക്കെ ഇന്ത്യയിലാണല്ലോ നിർമ്മിക്കുന്നത്. ഇപ്പൊ അത് ഇപ്പൊ മാരുതി ടൊയോട്ട ഏതാണെന്ന് അറിയത്തില്ല, അതേ രീതിയിലാണ് രണ്ടും കൂടെ ഒന്നിച്ചിട്ടൊക്കെ. അപ്പൊ ആ വാഹനത്തിൽ കയറുന്നു. ശരിക്കും പറയാൻ അതിശയമായിപ്പോയി. കാരണം ഞാൻ പുട്ടിൻ എന്റെ നമ്മൾ പഴയ വീഡിയോകളൊക്കെ ഒരുപാട് കാണുമ്പോൾ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ല. അദ്ദേഹം വേറൊരു വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെതായ വാഹനം ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. അത് വാർത്ത വന്നിരുന്നു. അദ്ദേഹത്തിന്റെ വാഹനവും അദ്ദേഹത്തിന്റെ ഈ അടുക്കളയും ഒരു സഞ്ചരിക്കുന്ന അടുക്കള അദ്ദേഹത്തിന് ആ ഇതിൽ നിന്നുള്ള ഫുഡ് മാത്രമാണ് അദ്ദേഹം കഴിക്കുന്നത്. അതെല്ലാം നേരത്തെ ഇവിടെ 1 മാസം മുമ്പ് തന്നെ അവരുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ എത്തിയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ എല്ലാ മാധ്യമങ്ങളും വന്നിരുന്നതാണ്. പക്ഷേ ഫോർച്യൂണറിനകത്ത് കയറുന്നു. അവിടെ നരേന്ദ്രമോദി പ്രോട്ടോകോൾ തെറ്റിച്ചുകൊണ്ട് മോദിയും ശ്രീ പുടിനും ഒരു കാറിൽ യാത്ര ചെയ്യുകയാണ്. മറ്റൊന്ന്, ഇന്നലത്തെ സ്വീകരണത്തിന് യഥാർത്ഥത്തിൽ പോകേണ്ടത് നമ്മുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറാണ്. പക്ഷെ അതിന് പകരം ശ്രീ നരേന്ദ്രമോദിയാണ് അവിടെ എത്തുന്നത്. അപ്പോൾ തന്നെ എത്രത്തോളം അടുപ്പമാണ് ബന്ധം എന്നുള്ളതാണ് അത് നമുക്ക് കാണാൻ കഴിയുന്നു. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്നലെ ഈ ഇന്ത്യയുടെ 2 ജേർണലിസ്റ്റുകൾ, സീനിയർ ജേർണലിസ്റ്റുകളാണ്, ആജിതക്കിനും വേണ്ടിയിട്ട് അവരൊരു ഇന്റർവ്യൂ ശ്രീമാൻ വ്ളാഡിമിർ പുടിനുമായി നടത്തുകയുണ്ടായി. അതിൽ അദ്ദേഹവും അതായത് നരേന്ദ്രമോദിയും പുടിനുമായിട്ടുള്ള ബന്ധം, റഷ്യ ഇന്ത്യ ബന്ധത്തെ കുറിച്ചാണ് വളരെ വിശദമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ് അവർ നടത്തിയത്. വളരെ മനോഹരമായിട്ടൊരു ഇന്റർവ്യൂ. സത്യത്തിൽ ഞാൻ ഈ പലപ്പോഴും പുട്ടിന്റെ ഇന്റർവ്യൂ ഒക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ് പഴയത്. പക്ഷെ പലപ്പോഴും കാണുമ്പോൾ അതിലൊക്കെ പുട്ടിനെ അലോരസപ്പെടുത്തുന്ന അനവധി ചോദ്യങ്ങൾ പലരും ചോദിക്കാറുണ്ട്, പ്രത്യേകിച്ച് ഈ റഷ്യൻ ഉക്രൈൻ വാറിനെ കുറിച്ചൊക്കെ. പക്ഷെ ഇതിലും അത് കടന്നു വരുന്നുണ്ട് ഇതിനകത്തെ ചോദ്യത്തിലും. പക്ഷെ അദ്ദേഹം വളരെ സരസമായി തന്നെ അതിന്റെ മറുപടികൾ പറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അതായത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ട് ഉണ്ടാക്കാനായിട്ട് അങ്ങനെ ചൊറിയുന്ന ചോദ്യങ്ങളൊന്നും ഈ മാധ്യമപ്രവർത്തകർ ചോദിച്ചില്ല എന്നുള്ളതും നല്ല കാര്യം. പക്ഷെ അവർ കൂടുതൽ അതിൽ ലക്ഷ്യം വെച്ചത് ഇന്ത്യയുമായിട്ടുള്ള എന്താണ് ബന്ധം എന്നുള്ളത്. കാരണം സ്വാഭാവികമാണ്, ഇന്ത്യൻ ജേർണലിസ്റ്റ് ആണ്, ഇന്ത്യൻ മാധ്യമമാണ്. അപ്പോൾ സ്വാഭാവികമായി തന്നെ അവർ അതിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. അതാണ് ശരിയായ മാധ്യമ പ്രവർത്തനവും. അങ്ങനെ ചോദ്യം ചോദിച്ചു വരുമ്പോൾ അതിൽ രസകരമായ ചില ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനകത്ത് ധനുഷ് പറഞ്ഞ ഈ ഒരു പോയിന്റ് ഇത് വലിയ ചർച്ചയാണ്. ഇന്ത്യയിൽ ഒരുപാട് മാധ്യമങ്ങളൊക്കെ നൽകിയ ഒരു വാർത്തയാണ്. ഈ ചൈന സന്ദർശിച്ച ശ്രീ മോദി വധിക്കാൻ ശ്രമമുണ്ടായിരുന്നു, അതിൽ നിന്ന് രക്ഷിച്ചത് പുട്ടിന്റെ കാറിൽ കൊണ്ടുപോവുക. ചോദ്യം ഈ ജേർണലിസ്റ്റുകൾ ചോദിക്കുന്നുണ്ട്. അതായത് ഈ അഞ്ജന കശ്യപ്പും ഗീതാ മോഹനും 2 ജേർണലിസ്റ്റുകളാണ്. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു അഞ്ജന ആണ് ചോദിക്കുന്നതെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു അതവർ പറയുന്നില്ല. അവർ പറയുന്നത് എന്തിനായിരുന്നു നരേന്ദ്രമോദിയെ കാറിൽ കയറ്റിയത്? അപ്പം പുട്ടിൻ പറയുന്ന മറുപടി, ഞാനും മോദിയും തമ്മിലുള്ള റിലേഷൻ 25 വർഷമായിട്ടുള്ള റിലേഷനാണ്. 25 വർഷം എന്ന് പറയുമ്പോൾ നമ്മൾ കരുതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് 2014 അപ്പോഴെങ്ങനെയാണ് 11 വർഷമേ ആയുള്ളൂ, പിന്നെ 25 വർഷം. പറഞ്ഞത് 2001 അത് ഇന്നലെ CNN ന്യൂസ് 18 ചാനൽ ചിത്രവും പുറത്തുവിട്ടിരുന്നു. അതായത് AB വാജ്പേയിയുടെ തൊട്ടു പിന്നിൽ നരേന്ദ്രമോദി നിൽക്കുന്നു, AB വാജ്പേയി പുട്ടിനും കൂടെ ഇരിക്കുന്നു, ഒരു കരാർ ഒപ്പിടുകയാണ്. ആ ഒപ്പിടുന്നതിന്റെ പുറയിൽ, അതായത് ആ പുറയിൽ നിന്ന് നരേന്ദ്രമോദി ഇപ്പൊ പുട്ടിനുമായി ഇരിക്കുന്ന രീതിയിലേക്ക് വരുന്നു. അത് അത്രയും നീണ്ട റിലേഷനാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത്, ആ ഉച്ചകോടി കഴിഞ്ഞ് ഞാൻ ഇറങ്ങുമ്പോൾ എന്റെ പിന്നിൽ നരേന്ദ്രമോദി വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും എന്റെ കാറാണ് മുമ്പിൽ കിടക്കുന്നത്. കാരണം എന്റെ കാർ നീങ്ങിയതിന് ശേഷമായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ പോകാനുള്ള വാഹനം വരുന്നത്. അപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിലുള്ള സൗഹൃദം, ആ സൗഹൃദത്തിന്റെ പുറത്ത് താനാണ് വിളിച്ചത്, നമുക്ക് ഇതിൽ ഒന്നിച്ചു പോകാമെന്ന് പറഞ്ഞു. അതിൽ ഞങ്ങൾ യാത്ര ചെയ്തു. അപ്പോൾ വീണ്ടും ഈ ജേർണലിസ്റ്റ് ചോദിക്കുന്നുണ്ട് എന്താണ് സംസാരിച്ചത്. അപ്പം പുട്ടിൻ പറയുന്നത്, ഞങ്ങൾ സാധാരണഗതിയിൽ ഒരുപാട് സമയം മറ്റു കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികളാണ്. അതായത് സൗഹൃദപരമായ, അതായത് എന്താണ് അദ്ദേഹം അതിന് ഉപയോഗിച്ചിരിക്കുന്നത്, എന്താണ് ഒരു സൗഹാർദ്ദത്തിന്റെ ചർച്ചകൾ ഞങ്ങൾ പേഴ്സണലി നടത്താറുണ്ട്. അങ്ങനെ ഞങ്ങൾ അതിൽ ഇരിക്കുകയും സംസാരിക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷെ അപ്പോഴാണ് ഞങ്ങൾക്ക് തോന്നിയത് ഞങ്ങളെ കാത്ത് അവിടെ ആളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന്. ഞങ്ങൾ പക്ഷെ സംസാരിച്ചിരുന്ന സമയം പോയതും അറിഞ്ഞില്ല, വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് അവിടെ എത്തി. എന്നിട്ട് പുള്ളി ഉദാഹരണമായിട്ട് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചോ, റഷ്യയിൽ ശ്രീമാൻ നരേന്ദ്രമോദി വന്ന്
ഒരു ദിവസം വൈകുന്നേരം അവിടുത്തെ ചായ സൽക്കാരം ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടും കൂടി ഇരുന്ന് സംസാരിച്ച് പ്രോട്ടോകോൾ എല്ലാം മാറ്റിവെച്ച് ഒരുപാട് നീണ്ടുപോയി ആ സംസാരം എന്നുള്ളത്. ഇന്നലെ രാത്രിയിൽ ശ്രീ നരേന്ദ്രമോദിയുടെ ഔദ്യോഗിക വസതിയില്, ലോക് കല്യാണി മാർഗിലുള്ള ഔദ്യോഗിക വസതിയില് ശ്രീമാൻ പുടിൻ എത്തുകയുണ്ടായി. അദ്ദേഹം അവിടെ ചെലവഴിച്ചത് ഏതാണ്ട് 3 മണിക്കൂറിനടുത്ത് സമയമാണ്. നമ്മൾ ഇന്നലെ ഈ ഡിന്നർ മീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ പുടിൻ പറയുന്നത് ഈ നരേന്ദ്രമോദി ഒരുപാട് കാര്യങ്ങൾ തന്നോട് ഫോണിലും അല്ലാതെയും ഒക്കെ സംസാരിക്കുന്ന ഒരു അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഈ യാത്രയെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇത് വെറും ഒരു ബിസിനസ് യാത്രയല്ല, പകരം ഒരു സുഹൃത്തിനെ കാണാനെത്തുന്ന ഒരു സൗഹാർദ്ദം പുതുക്കുന്ന യാത്ര കൂടിയാണ്. അപ്പൊ അത്രത്തോളം ഡീപ്പ് റിലേഷൻ ആണ്. എന്താണ്, 2 രാഷ്ട്ര തലവന്മാരാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്കുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു റിലേഷൻ. 3 മണിക്കൂർ അവിടെ ചെലവഴിക്കും. സാധാരണ നമ്മൾ കാണാറുള്ളതാണ്, നമ്മുടെ രാജ്യത്തൊക്കെ ഡിന്നർ കൊടുക്കാറൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനമന്ത്രിയുടെ വസതിയിൽ വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് ഡിന്നർ ഇതുവരെ കൊടുത്തിട്ടുള്ളത്. അതിലൊരാളാണ് ശ്രീമാൻ പുടിൻ. അല്ലാതെ തന്നെ കൊടുക്കാറുണ്ട്. മിക്കവാറൊക്കെ രാഷ്ട്രപതി ഭവനിലൊക്കെയാണ്. അവിടെ മിക്കവാറൊക്കെ പാട്ടും ഡാൻസും ഈ സാംസ്കാരിക പരിപാടികളും മറ്റുമൊക്കെയാണ് നടത്തുന്നത്. അതേപോലെ രാജ്യങ്ങളുടെ ഫുഡ് കഴിച്ചു എല്ലാവരും സൗഹൃദത്തിൽ പിരിയുകയാണ്. പക്ഷെ ഇവര് സ്വകാര്യമായി നടത്തിയ സംഭാഷണം 3 മണിക്കൂറാണ്. അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഞങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, പല കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നരേന്ദ്രമോദിക്ക് എപ്പോഴും തന്റെ രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് ചിന്ത. ഇത്തരം ഒരു നേതാവിനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് എന്നുകൂടി ശ്രീമാൻ പുടിൻ ഈ ജേർണലിസ്റ്റുകളോട് പറയുന്നുണ്ട്. അദ്ദേഹത്തിന് എപ്പോഴും ആ കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് എപ്പോഴും എന്നോട് സംസാരിക്കും. അതെപ്പോഴെല്ലാം ഈ രാജ്യത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹത്തിന്റെ സംസാരം എന്ന് പറയുന്നത്. അതിനുശേഷം ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ G7 രാജ്യങ്ങൾക്ക് ബദലായിട്ടൊരു സംവിധാനം വരുമോ? അപ്പൊ പുടിൻ ചിരിച്ചുകൊണ്ട് പറയുന്നു, G7 എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എന്താന്നുള്ളത്. ഇന്ത്യ ഒരു 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ നിൽക്കുന്ന ഒരു എക്കണോമിയാണ്. ചൈന 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന എക്കണോമിയാണ്. ഈ എക്കണോമികളൊന്നും ഇല്ലാതെ എങ്ങനെയാണ് ഈ G7 ലോകത്തെ നിയന്ത്രിക്കാൻ വരുന്നതെന്ന്. ശരിയാണ് ആ ചോദ്യം. കാരണം ആ G7-നകത്തുള്ളത് അമേരിക്കയും UK-യും ഫ്രാൻസും ജർമ്മനിയും അടക്കം കാനഡയും അടക്കമുള്ള രാജ്യങ്ങളാണ്. ഇവരെല്ലാം മറ്റേ സാമ്പത്തിക ഇതിൽ താഴത്തെ റാങ്കിങ് നിൽക്കുന്നവരുമാണ്. അങ്ങനെ പറയുന്നു. അതിനുശേഷം ഉക്രൈൻ വിഷയം അവരെടുത്ത് ചോദിക്കുന്നുണ്ട്. അവരെടുത്ത് ചോദിക്കുന്നത് യുക്രൈൻ എങ്ങനെ യുദ്ധം തീരുമെന്ന് വെച്ചപ്പം പുടിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം നേടിയെടുത്താൽ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കും. പിന്നെ ഞങ്ങളുടെ ചുമരിൽ ചാരി ഇരുന്നു കൊണ്ട് അവിടെ നാറ്റോ സഖ്യത്തെ കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എതിരെ കളിക്കാമെന്ന് കരുതിയാൽ അത് സമ്മതിക്കില്ല. കാരണം അവിടേക്ക് മറ്റു ശക്തികൾ കടന്നു വരുന്നതിനെ നഖശിഖാന്തം ഞങ്ങൾ എതിർക്കുകയും ചെയ്യും. ഏതാണ്ട് ട്രംപിന്റെ സമാധാന ദൗത്യം പൊളിഞ്ഞത് എവിടെയാന്ന് നമുക്ക് മനസ്സിലായില്ലേ? അതായത് നാറ്റോ സഖ്യത്തെ അടുപ്പിക്കില്ല എന്നുള്ള ആ നിലപാടാണ്, അത് മാറ്റമില്ല. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്, അതായത് അവര് പറയുന്ന പ്രദേശം അത് അത് നിർത്താതെ ഞങ്ങൾ യുദ്ധം തീർക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിനുശേഷം ചോദിക്കുന്നു ഇന്ത്യയുമായിട്ടുള്ള റിലേഷൻ. അപ്പൊ അദ്ദേഹം പറഞ്ഞു 77 വർഷത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിലുള്ളത്. സ്വാതന്ത്ര്യാനന്തരം ഉള്ള ബന്ധം അത് നാൾക്കുനാൾ ദൃഢമായി വരുന്നൊരു കാഴ്ചയാണ്. അത് നരേന്ദ്രമോദി വന്നപ്പോൾ കുറച്ചുകൂടി ഡീപ്പ് റിലേഷനിലേക്ക് പോയി. കാരണം 2 സുഹൃത്തുക്കൾ കൂടി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, 2014 നരേന്ദ്രമോദി അധികാരമേൽക്കുമ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് 2025 ആകുമ്പോൾ $30 ബില്യൺ വ്യാപാരം നമ്മൾ തമ്മിൽ നടക്കണമെന്നായിരുന്നു, റഷ്യയും ഇന്ത്യയും തമ്മിൽ. പക്ഷെ അതിപ്പോൾ 70 ബില്യൺ ഡോളറിലെത്തി. അതായത് 2014 തൊട്ട് 70 ബില്യൺ ഡോളറിലേക്ക് എത്തി. അത് 2030 ആകുമ്പോഴേക്കും 100 ബില്യൺ ഡോളറിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. അപ്പൊ അതിനകത്ത് പറയുന്നൊരു കാര്യം, പീയൂഷ് ഗോയൽ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, അതുകൊണ്ട് ഇതിനോട് ചേർത്തോ, അല്ലെങ്കിൽ പ്രേക്ഷകർ തെറ്റിദ്ധരിക്കും. പീയൂഷ് ഗോയൽ പറയുന്നത് ഈ കൂടുതലും എനിക്ക് തോന്നുന്നു അതിപ്പോ ഇത്ര ഫാസ്റ്റ് ആകാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ഈ എണ്ണ നമ്മൾ കൂടുതലായി അവിടുന്ന് വാങ്ങുന്നുണ്ട്. അതും കൂടെ കൂട്ടിയിട്ടാണ് ഇത് ഇത്ര പെട്ടെന്ന് 70ലേക്ക് എത്തിയത്. നമ്മൾ പിന്നെ വിഭാവന ചെയ്ത 30 ബില്യൺ ആയിരുന്നു 2014, 2025 ആകുമ്പോൾ 30 ബില്യൺ, അത് 70ലേക്ക് എത്തിയത് എനിക്ക് തോന്നുന്നത് അതാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. നമ്മൾക്ക് അങ്ങോട്ട് നമ്മൾ കയറ്റി വിടുന്നത് കുറവാണ്, അതും കൂടി കൂട്ടി 100ലേക്ക് എത്തിക്കാനാണ് ശ്രമമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ വളരെ അദ്ദേഹം അത് വീണ്ടും അദ്ദേഹം എടുത്തു പറയുന്നത്, ഇതൊരു ബിസിനസ് ടൂർ അല്ല, ഇല്ലെ ബിസിനസ് ആവശ്യത്തിന് മാത്രമല്ല ഞാൻ വരുന്നത്, വ്യക്തിപരമാണ് എനിക്ക് ഈ ഒരു കൂടിക്കാഴ്ച, വ്യക്തിപരമായ ബന്ധമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇഴയെടുപ്പമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ഇത്തരത്തിൽ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ഇവിടെ ഇതിൽ ഒരു വലിയ സന്ദേശം തന്നെ ലോകത്തിന് നൽകുന്നു. അതായത് നാളിതുവരെ നമ്മൾ കണ്ട ഒരു സംവിധാനത്തിൽ നിന്ന് മാറി, പ്രോട്ടോകോളുകൾ മാറിക്കൊണ്ട്, യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പോലും മാറ്റി നിർത്തിക്കൊണ്ട് റഷ്യ ഇന്ത്യ മാത്രം നിന്നുകൊണ്ട് ഒരു സംവിധാനത്തിലേക്കാണ് ഇന്നലെ നമ്മൾ ലോകത്തിന് തെളിയിച്ചു കൊടുത്തത്. നമ്മളെപ്പോഴും നരേന്ദ്രമോദിയെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അദ്ദേഹത്തിന് ഡ്രസ്സ് പോലും സംസാരിക്കുമെന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം പലപ്പോഴും അദ്ദേഹത്തിന്റെ ഈ തലപ്പാവും അദ്ദേഹത്തിന്റെ ഈ ഡ്രസ്സും ഒക്കെ വലിയ ചർച്ചകൾ നിറയാറുണ്ട്. ഉത്തരാഖണ്ഡിന്റെ തൊപ്പി ധരിച്ചുകൊണ്ട് ഉത്തരാഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് അദ്ദേഹം മാറ്റി
വിമർശിച്ചിട്ടുണ്ട്. കേദാർനാഥിലെ ഗുഹയിൽ അദ്ദേഹം പോയി ധ്യാനത്തിലിരുന്നപ്പോൾ എങ്ങനെയാണ് അത് മാറി മറിഞ്ഞത് എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ നിന്നും ഈ ഡ്രസ്സുകളിൽ നിന്ന് പോലും വാർത്തകൾ നമുക്ക് ധാരാളം കിട്ടും. അതിന്റെ ഒരു രീതി തന്നെയായിരുന്നു. അങ്ങനെ ഒരു സന്ദേശം കൂടിയാണ് അദ്ദേഹം പറയാതെ പറഞ്ഞു വെക്കുക എന്നുള്ളതാണ് നരേന്ദ്രമോദിയുടെ എക്കാലത്തെയും ഒരു ശീലം. അല്ലാതെ മറ്റേ ട്രംപ് പറയുന്നതൊക്കെ ചളവ് അടിച്ചുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, പറയുന്നതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ചെയ്യുന്നത്, പക്ഷെ തന്റെ പ്രവൃത്തിയിലൂടെ വ്യക്തമാക്കുകയാണ് ചെയ്യുന്നത്. ഏതായാലും ഒരുപക്ഷെ ഈ ചൈനയിൽ നിന്ന് മോദിയെ രക്ഷപ്പെടുത്തി എന്നുള്ളത് ഒന്നുകിൽ അത് മോദി പറയണം രക്ഷപ്പെടുത്തിയാണോ എന്നുള്ളത്, അല്ലെന്നുണ്ടെങ്കിൽ വ്ളാഡിമിർ പുടിൻ പറയണം. ഏതായാലും നരേന്ദ്രമോദിയെ കാറിൽ വിളിച്ചു കയറ്റിയ വ്ളാഡിമിർ പുടിൻ പറയുന്നു അങ്ങനെയല്ലായിരുന്നു എന്നല്ല അദ്ദേഹം പറയുന്നത്, ഇതായിരുന്നു യാഥാർത്ഥ്യം എന്ന്. അത് ചോദിച്ച ജേർണലിസ്റ്റുകളും ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു കണ്ടില്ല. ഏതാ നിങ്ങൾ രക്ഷപ്പെടുത്തുകയായിരുന്നു അങ്ങനെയൊന്നും ചോദിച്ചു കണ്ടില്ല. കാരണം എതിർവശത്തിരിക്കുന്നത് വ്ളാഡിമിർ പുടിനാണ്, ഒരു ഭരണാധികാരിയാണ്, ഒരു രാഷ്ട്രത്തിന്റെ തലവനാണ്. അദ്ദേഹത്തോട് ഇത് കണക്ക് ഉള്ള ഒരു നിലവാരം എന്താണെന്ന് ചോദ്യം ചോദിച്ചാൽ അവഹാസ്യരാകണ്ട എന്ന് കരുതിയിട്ടായിരിക്കാം ഒരു പക്ഷേ അഞ്ജന കശ്യപ്പും ഗീതാ മോഹനും ഒന്ന് ആ ചോദ്യം ചോദിക്കാതെ വളരെ മാന്യമായി തന്നെ ആ ചോദ്യത്തിലേക്ക് കടക്കുകയും വളരെ ഗംഭീരമായിട്ടൊരു ഇന്റർവ്യൂ എന്ന് പറയേണ്ടി വരും. ഈ സമീപകാലത്ത് കണ്ടതിൽ പുടിൻ അക്ഷോഭ്യനായി ഇരുന്നു കൊണ്ട്, വളരെ സരസമായി ഇരുന്നു കൊണ്ട് എല്ലാ ചോദ്യങ്ങൾക്കും സാധാരണഗതിയിൽ പുടിൻ മറുപടി പറയാറില്ല. ചില സമയത്തൊക്കെ പുള്ളി പലപ്പോഴും ഈ മൈക്ക് ഊരിക്കളഞ്ഞിട്ട് പോകുന്ന കാഴ്ചകൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് അദ്ദേഹത്തെ ചൊറിയുന്നത് കൊണ്ടാണ് കൂടുതലും ഗംഭീരം. അതുകൊണ്ട് ഇപ്പോഴും അതിന്റെ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ആജ്തക്കിലുണ്ട്. ഈ ഇന്റർവ്യൂവിന്റെ ഡീറ്റെയിൽസ് യൂട്യൂബിൽ അവൈലബിളുമാണ്. ഇന്നലെ നടന്ന ആ ഇന്റർവ്യൂവിന്റെ നമ്മൾ ഇന്നത്തെ ചർച്ചയെ പറഞ്ഞിരുന്നു, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നടക്കും, ഈ ഇന്റർവ്യൂ പുറത്തു വരാനുണ്ട്. ഒരു ചാനലിന് മാത്രമാണ് അവർ ഇന്റർവ്യൂ കൊടുത്തത്. രാഹുൽ ഗാന്ധി കടന്ന് നിലവിളിക്കുന്നു. രാഹുൽ ഗാന്ധിയുടെ സംഭവം ഇന്ന് പാർലമെന്റിൽ കിടന്ന് രാഹുൽ ഗാന്ധി ഭയങ്കര ബഹളം. എന്നിട്ട് ഇവർ പറയുന്നു, കോൺഗ്രസ് പറയുന്നത് ഇതൊരു കീഴ്വഴക്കമാണെന്നാണ് പറയുന്നത്. പക്ഷെ ഈ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞു ഈ കീഴ്വഴക്കം എന്ന് തുടങ്ങിയാണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വാജ്പേയിയുടെ കാലത്ത് തുടങ്ങിയാണെന്ന്. അതായത് ഈ വാജ്പേയിക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വളരെ എല്ലാവരെയും മൂല്യമായിട്ട് സ്നേഹിക്കണം. അദ്ദേഹത്തിന്റെ ഭരണ സംവിധാനം തന്നെ അങ്ങനെയായിരുന്നു. 28ഓളം ഘടകകക്ഷികളെ കൂട്ടിക്കെട്ടിയാണ് അദ്ദേഹം ഭരിച്ചത്. അതായത് ഒന്ന് തുമ്മിയാൽ, അതായത് രാവിലെ പാർലമെന്റ് കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ഘടകകക്ഷികൾ ഒരാളടുത്ത് ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല പോലും ഭരണം താഴെ പോകും. കാരണം 28 ഘടകകക്ഷികളാണ്. ചെറിയ കുഞ്ഞു കൊച്ചു പാർട്ടികളുണ്ട്, വലിയ പാർട്ടികളുണ്ട്. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇവിടെ ആര് വന്നാലും ഇതുങ്ങളെല്ലാം കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് പോകും കാണിക്കാനായിട്ട്. അതായത് ഈ നമ്മുടെ രാജ്യത്ത് ഒരു കാര്യമുള്ള കാര്യത്തിനൊന്നുമല്ല, ഇവിടെ വരുന്നു, സംസാരിക്കുന്നു, പോകുന്നു. ഇത് ഒരു ശീലമായി. ഇവര് പറയുന്നത് വാജ്പേയിയുടെ കാലം മുതൽ തുടങ്ങിയ ഒരു കീഴ്വഴക്കമാണ്. അപ്പൊ അതിന് മുമ്പ് ഉണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ അതിന് മുമ്പ് ഇവിടെ ഭരണം ഉണ്ടായിരുന്നല്ലോ വാജ്പേയിക്ക് മുമ്പും. അന്നൊന്നും ഈ കീഴ്വഴക്കം ഇല്ലായിരുന്നു. പുതിയ ഈ വാജ്പേയി തുടങ്ങി വെച്ച ഒരു കീഴ്വഴക്കം. അപ്പോ അതിനുശേഷം ഈ ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തെ ക്ഷണിച്ചിട്ടില്ല എന്നാണ്. അങ്ങനെ ഒരു സെഷൻ ഇതിലില്ല. ഇപ്പൊ ഈ പ്രതിപക്ഷം ഇപ്പം ശ്രീ വ്ളാഡിമിർ പുടിൻ വരുന്നത് ഇന്ത്യ അടിച്ചു കൊടുക്കുന്ന അജണ്ടയുടെ പുറത്തല്ല അദ്ദേഹം വരുന്നത്. അവിടുന്ന് അവരൊരു ലിസ്റ്റ് തയ്യാറാക്കും, അവരെന്തൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനെല്ലാം സമയക്രമങ്ങൾ വെച്ചുകൊണ്ടാണ് ഒരു ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. അദ്ദേഹം 27 മണിക്കൂറാണ് ഇന്ത്യയിലുള്ളത്. അദ്ദേഹം ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനും മറ്റ് സൗകര്യങ്ങളും കഴിഞ്ഞിട്ടുള്ള ബാക്കി സമയങ്ങളിലെല്ലാം ടൈറ്റ് ഷെഡ്യൂളാണ് ആ പോകുന്നതെല്ലാം. എല്ലാം പഞ്ച്വലായിട്ടാണ് നടക്കുന്നത്. അവിടെ 1 മിനിറ്റോ ഇല്ല 2 മിനിറ്റോ അധികം പോകാൻ പോലും കഴിയാത്ത രീതിയിലാണ്. ഇന്നലെ തന്നെ, അതായത് ശ്രീ പുടിൻ എത്തുന്നതിന് മുമ്പ് തന്നെ അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യയിൽ എത്തിയിരുന്നു, അവരുടെ ബിസിനസ് ഗ്രൂപ്പുകൾ ഇന്ത്യയിൽ എത്തിയിരുന്നു. അവരുമായിട്ടുള്ള ചർച്ചകൾ പീയൂഷ് ഗോയലും ശ്രീ രാജ്നാഥ് സിംഗും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ലാസ്റ്റാണ് പുടിൻ വരുന്നത്. അപ്പം അങ്ങനൊരു ടൈറ്റ് ഷെഡ്യൂൾ. അപ്പൊ അതെല്ലാം ചർച്ച ചെയ്ത് എല്ലാം പൂർത്തിയാക്കി ഇന്നിപ്പോ പുടിനുള്ളത് തിരക്കട്ടെ. ഇന്നലെ രാത്രി വന്നു അദ്ദേഹം. ഇന്ന് അദ്ദേഹത്തിന് തിരക്കട്ടെ ഇതാണ്. രാവിലെ തന്നെ ഗാന്ധിജിയുടെ ഇതിൽ പുഷ്പാർച്ചന നടത്തുന്നു. ഒപ്പം തന്നെ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് വ്യാപാര ചർച്ച നടക്കുന്നത്. ഇത് ഒഫീഷ്യൽ ചർച്ച. ഇന്നലെ രാത്രി നടന്ന ഡിന്നറിനിടയിൽ നടന്ന 3 മണിക്കൂർ ചർച്ച വേറെ. അതിനെക്കുറിച്ച് ഒരുപാട് അഭ്യൂഹങ്ങളുണ്ട്. അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം. ഇപ്പൊ ഇത് ഇങ്ങനെ നടക്കുന്നു. ഇതിന്റെ ഇടയിൽ ഒരു രാഷ്ട്രീയ നേതാക്കളെ കാണുക എന്നൊരു രീതി എനിക്ക് മനസ്സിലാകുന്നില്ല അത് എന്താണെന്നുള്ളത്. കാരണം ഇത്രയും ഗൗരവതരമായ ഒരു അന്തരീക്ഷത്തിലൂടെ നമ്മുടെ രാജ്യം കടന്നു പോവുകയും അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിന്റെ കരാറുകൾ ഒപ്പിടാനുമായ ഒരു വിദേശ ഭരണാധികാരി വരുമ്പോൾ ഇവിടെ നിന്ന് എന്താണ് അതിന്റെ കാര്യമെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷെ കൂടിക്കാഴ്ച ഓക്കെ, അതൊരു സാധാരണ രീതിയിൽ പറഞ്ഞാൽ പ്രതിപക്ഷ നേതാക്കളെ കാണാം വേണമെങ്കിൽ. കാരണം അത് അങ്ങനെ വരുന്ന ഒരു ഭരണാധികാരിയാണ്, കുഴപ്പമില്ല. കാരണം ഇങ്ങനത്തെ ഒരു ടൈറ്റ് ഷെഡ്യൂളോ ഇല്ലെങ്കിൽ നമ്മളുമായിട്ട് വലിയ ഡീലിങ്സോ ഒന്നും ഇല്ലാതെ വരുന്ന ഭരണാധികാരികളുണ്ട്. അപ്പൊ അവർക്ക് കുറച്ച് ടൈമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ ഷെഡ്യൂൾ അറേഞ്ച് ചെയ്യും. സാംസ്കാരിക സംഗമം എന്ന് പറഞ്ഞിട്ട് ഒരു ടൈറ്റിൽ, പിന്നെ പ്രതിപക്ഷവും പൊളിറ്റിക്സും എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഇത് കൊടുക്കും, ടൈറ്റിൽ കൊടുക്കും. അതിനകത്ത് അങ്ങനെ പല സെക്ഷൻ
അവിടെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും, ഇവിടെ എത്രത്തോളം അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം സംശയമാണ്. ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് വിദേശത്ത് പോകുന്ന നരേന്ദ്രമോദിക്കോ ഇല്ല മറ്റുള്ളവർക്കോ ഒന്നും അവിടുത്തെ പ്രതിപക്ഷ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യാനുള്ള ഇതുവരെ അവസരങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ വേറൊരു രാജ്യം ചെയ്യാറില്ല. അപ്പൊ ഇത് നമ്മൾ ചെയ്യുന്നു. ഇത് കീഴ്വഴക്കം ഈ വാജ്പേയി ഉണ്ടാക്കി വെച്ച ഗുലുമാലായത്, അല്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. വാജ്പേയി അത് ചെയ്തില്ലായിരുന്നു, ആരും ആ കീഴ്വഴക്കം. വാജ്പേയി അങ്ങനെ പല കാര്യം ചെയ്തിട്ടുണ്ട്. അതേ ഒരു നല്ല മനുഷ്യനായിരുന്നു. അതെ അതെ അതെ, അത് പിന്നെ അതൊരു കീഴ്വഴക്കമായി എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും ഇന്ന് പാർലമെന്റിൽ ഉന്നയിക്കാനൊന്നും ഇല്ല ധനുഷേ. ബംഗാളിലെ പൊളിഞ്ഞടുങ്ങി, SIR പോയി. ഇപ്പൊ ആകെ ഇതേ ഉള്ളൂ. ഇതിലേക്ക് ബഹളം വെക്കണ്ടേ പുള്ളി.